ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഇന്ന് നമ്മളൊരു കിടിലൻ സ്ഥലത്തോട്ട് പോവാണ്. അതായത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരാണ് കൂർഗ്. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ എപ്പോഴും യാത്ര ചെയ്യാൻ നേരത്ത് പോകുന്ന വഴിയാണ്. അതായത് വീരാജിപ്പേട്ടയിൽ നിന്നൊക്കെയാണ് നമ്മൾ തിരിഞ്ഞ് മലേഷ്യക്കായാലും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അമേരിക്കൻ യാത്രക്കായാലും ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്നത്. ഗൈസ് നോക്കൂ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ വളരെ കണ്ടിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം. ഗൈസ് നോക്കൂ, അവിടെ ഇവിടുന്ന് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് വെച്ചാൽ ഒന്ന് കൂർഗ്, ഒന്ന് വയനാട്. അടുത്തുള്ള 2 സ്ഥലമാണ് ലിബിൻ പറഞ്ഞത്. ഗൈസ് നോക്കൂ, ഈ കൂർഗില് 3 സ്ഥലം കാണാനുണ്ട്. ഒന്ന് ഗോൾഡൻ ടെമ്പിൾ കാണാനുണ്ട്, പിന്നെ ഒരു ആനയുടെ ഒരു സ്ഥലം കാണാനുണ്ട്, പിന്നെ ഒരു വെള്ളച്ചാട്ടം, അപ്പൊ ഈ വാട്ടർഫോൾസ് എന്നൊരു വാട്ടർഫോൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തത് വെളുപ്പിനെ 4 മണിക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ 9 മണിക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഗൈസ് നോക്കൂ, മെത്രാൻ മൈക്കിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴുത്താൽ ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മാല ഊരാൻ സമ്മതിക്കല്ല മെത്രാൻ. അപ്പം മെത്രാൻ ഇപ്പം നടന്ന് വരുന്നുണ്ട്. മെത്രാൻ്റെ ആഗ്രഹം എങ്ങോട്ടാണ് യാത്ര പോകണം എന്നുള്ളതാണ്. മെത്രാൻ ഇത്രയും നേരം ഗേറ്റിൽ നിന്നൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിപ്പം നേരെ ഉള്ളിലേക്ക് കയറി, അടുത്തോട്ടെത്തി. മൈക്കിളേ ഹായ്. ഞങ്ങളുടെ മെത്രാനാ കേട്ടോ. നോക്കിയാ കഴുത്തേലെ ഞാൻ പോകും കേട്ടോ, കൈവിട്ടാൽ പൊക്കോളും. നോക്കിയേ, ഒരു ലെവലും ഇല്ലാതെ അങ്ങ് പോയേക്കും കേട്ടോ. കൈവിട്ട് കഴിഞ്ഞാൽ ചെറുക്കനങ്ങ് പോയി. ഗൈസ് നോക്കും, ഫൈനലി മമ്മി റെഡിയായി, ലിബിൻ റെഡിയായി, പപ്പ റെഡിയായി, അഭിരാമി റെഡിയായി. നമ്മളെല്ലാവരും നമ്മുടെ സഫാരി ചെറുക്കലാണ് പോകുന്നത്. ഇപ്പം നമുക്ക് കിട്ടില്ല മൈലേജ് ഉണ്ട്. പിന്നെ ഇന്നലെ ഞാൻ 2000 രൂപ എണ്ണ അടിച്ചായിരുന്നു. ഇനിയിപ്പം കർണാടകത്തിൽ നിന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കും. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞു. മൈക്കിൾ മെത്രാന് നോക്കൂ, മൈക്കിൾ ഇന്ന് ടാറ്റ പോവാട്ടോ. മൈക്കിളെ കണ്ടോ ഗൈസ് നോക്കൂ, ഞങ്ങൾ എല്ലാരും കഴുത്തട്ടാക്കുന്ന പോലെ അവനും കഴുത്തട്ട. അത് അടിക്കൂന്ന് മുഖിരിക്കുന്ന എന്റെ അമ്മ ചിരിച്ചു. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇറങ്ങണം. അപ്പനാണ് ഉണ്ടല്ലോ റാംബോനെ കാണാതെ പറ്റിച്ച് ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ഈ ബസ് ഇവിടെ വെച്ചോണ്ട് ഇതുണ്ട്, ഈ കാണുന്ന ഇവിടെ ഒരു മറവും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ മറവിലാണ് നിൽക്കുന്നത്. ആൾക്കാണ് ഇവിടെ പോകാൻ വേണ്ടി ഏറ്റവും താല്പര്യം കേട്ടോ. ആൾ ആദ്യം ഗേറ്റ് ഒക്കെ തള്ളി നീക്കി. മൈക്കിൾ ഗേറ്റ് ഒക്കെ തള്ളി നീക്കി. ഞങ്ങളെയോ അടിപൊളി. വണ്ടിയിൽ എല്ലാവരും കയറാൻ പോവാണ്. അപ്പൻ അഭിരാമി ഇവിടെ ഇരിക്കും, മൈക്കിളും ലിബിനും ഞാനും ഫ്രണ്ട് ഇരിക്കും. ബാക്കിൽ പിന്നെ ഇരിക്കൽ ഇച്ചിരി പാടാണ് കേട്ടോ. എന്നാ മൈക്കിളെ കള്ളക്കരച്ചിൽ നോക്കിയേ. എന്നാ മോനോട് കയറി പോകാൻ പറഞ്ഞോ? മമ്മി നമ്മുടെ കാർഡ് വന്നില്ലേ, RC ബുക്ക്. ഗൈസ് നോക്ക്, ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വണ്ടിയുടെ RC ബുക്ക് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ആ RC ബുക്ക് കൊണ്ടുവന്ന് ഇത്ര നാളും കാണിക്കാനായിട്ട് RC ബുക്ക് സംഭവമൊന്നും ഇല്ലായിരുന്നു. ഫൈനലി അത് എടുത്തു. ഇല്ല, RC എടുത്തില്ല. എത്ര? 6 മാസമായി വണ്ടി എടുത്തിട്ട്. അങ്ങനെ പറയല്ലേ, ബുക്കിന് എന്തോ കുറവായിട്ട് വരായിരുന്ന. ആണോ? ഗൈസ് ഫൈനലി എന്തായാലും ലാസ്റ്റ് സാധനം കിട്ടി. മമ്മിയുടെ കയ്യിലില്ലേ സാധനം വന്നാലും വൃത്തിക്ക് വന്നു കാർഡ് കിട്ടി. നമ്മുടെ എല്ലാ വണ്ടികളും അങ്ങനെ ചൈന നമ്മുടെ കാർഡ് കാണിച്ചപ്പോ ഇതാണോ നിങ്ങൾ സായിപ്പ് നമ്മളെ കളിയാക്കി പറഞ്ഞവനെ. സായിപ്പ് വലിയ താളമാണ്. സായിപ്പിന്റെ ജർമ്മനി വലിയ സംഭവം എന്നുള്ളത് ഇന്ത്യക്കാരുടെ കാർഡായിട്ടാണ്, ATM കാർഡ് പോലെ. അപ്പോൾ നമ്മളിവിടുത്തെ ഇന്ത്യക്കാർ കുറേ പേരുണ്ടായിരുന്നല്ലോ. എൻ്റെ പിന്നെ ഒരു ഇതുപോലെ പുള്ളിയുടെ എങ്ങനെ ഒരു പഴയ പേപ്പർ പോലെ. അതായത് നമ്മളെ കാർഡിനെ കളിയാക്കുമായിരുന്നു. അതായത് നമുക്ക് ലാമിനേഷനിലുണ്ട്, അവർക്കെന്ന് വെച്ചാൽ ന്യൂസ് പ്രിന്റ് പോലെ. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചാൽ അതിന്റെ കൂടുതൽ യൂസർ മാനുവൽ കിട്ടില്ല. അതേപോലെയൊക്കെയാണ് ജർമ്മനിയിലെ ബുക്കും പേപ്പറൊക്കെ. ഇനിയിപ്പോ പുതിയ രീതി മാറി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് അവസാനം പറഞ്ഞില്ലേ. അമ്മ കയറിക്കോ. ആര്? അല്ല ലിബി വന്നോളും. അല്ല ലിബി വന്നോളും, അമ്മ കയറിക്കോ. മമ്മി കയറിക്കോ. പ്രാക്ടീസ് തള്ളി കെട്ടണം, കയറിപ്പോ. ഗൈസ് നോക്കൂ, ഫൈനലി മമ്മി കയറി. ഇനിയിപ്പം ലിബി ഇതടച്ചയില വരണം. ഫൈനലി ഞാൻ വണ്ടി എടുക്കട്ടെ കേട്ടോ. ഒരു ചാർജ് ചെയ്യുന്ന ചാർജിങ്ങിന്റെ സാധനം മേടിക്കണം. അപ്പൻ്റെ അടുത്ത് വല്ലതും ഉണ്ടോ? ചാർജിങ് കേബിൾ വല്ലതും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, മറന്നുപോയി. നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കട്ടെ കേട്ടോ. ഇരിക്കുന്നു നോക്കിയാൽ മൈക്കിള്
എന്താ അച്ചടക്കത്തോടു കൂടിയാന്ന് നോക്കിയേ മൈക്കിളെ. ഗൈസ് നോക്കൂ, മൈക്കിൾ ഇരിക്കുന്ന ഇരിപ്പൊക്കെ നോക്കിയേ. ഗൈസ് നോക്കൂ, അതായത് സാധാരണ ഇത്ര അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്നതല്ല കേട്ടോ. അത് യാത്ര തുടങ്ങുന്നവരെ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവനവന്റെ തനി സ്വഭാവം കാണിക്കും. കാരണം വണ്ടി ഇച്ചിരി ഓടി 10 കിലോമീറ്റർ കഴിയാൻ നേരത്ത് ആളുടെ വിപ്ലവമായിരിക്കും. ചിരിച്ചു. 5-6 ദിവസത്തിന് പോകുന്നതാണ്. എല്ലാരും പോവാണല്ലോ. മൈക്കിളെ ആരാ വന്നേ? ടാറ്റാ. അപ്പാപ്പി വന്നു. ഫ്രണ്ടിലേക്ക് വാ. ഫ്രണ്ടിലേക്ക് വരുന്നോ? ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് നമുക്ക് കുറച്ച് കൂടാനുണ്ട്. ആദ്യം ഞാനൊന്ന് മാപ്പ് വെക്കട്ടെ കേട്ടോ. ഏകദേശം 100 കിലോമീറ്റർ. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ, ഗോൾഡൻ ടെമ്പിള്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ, അബി ഫോൾസ്. അതിന് ശേഷം ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഈ ആനയുടെ സംഭവം. അപ്പൊ ഈ 3 സ്ഥലത്താണ് നമ്മൾ പോണേ. ആദ്യം നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ലക്ഷ്യമാക്കി നേരെ ഫ്രണ്ടിലേക്ക് ലൊക്കേഷൻ ഇട്ടു. 80 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, അല്ലേ? 80 കിലോമീറ്റർ 2 മണിക്കൂർ. 11-12 മണി നമ്മൾ എത്തുള്ളൂ. 42 കിലോമീറ്റർ. ഓ, അത് പറ്റിച്ച. ഫൈനലി നമ്മളങ്ങനെ കേരളം കർണാടക ബോർഡറിലെത്തി. ഈ കാണുന്ന പാലമാണ് കേരള കർണാടക ബോർഡർ. നമ്മളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന റൂട്ട്. 50 റുപ്പീസ്. ഗൈസ് നോക്കൂ, അവിടെ ഫോറസ്റ്റിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ പരിപാടി കർണാടകയുടെ വർഷങ്ങളായി പിരിവ് തുടങ്ങി ഡംപ് വെച്ച്. പക്ഷെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നില്ല. നോക്കിയാൽ 100 കൊടുത്ത് 80 തിരിച്ചു തന്നോട്ടോ. ഇതെന്താണ് ഈ പക്ഷെ ബില്ലൊക്കെ തന്നല്ലേ? ബില്ലുണ്ട്, നമ്മൾ മേടിക്കാത്തോണ്ടാണ്. അങ്ങനെയാ നോക്കൂ, അങ്ങ് മേളിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് മേളിലും ഉണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ട് വന്നത് താഴെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടുന്ന് കൊടുക്കാതെ മേളിൽ കയറിയ ഭയങ്കര പൊട്ടത്തരാ. പിന്നെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടത്. ഗൂഗിൾ പേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടൂട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ കാര്യമുണ്ട്, നമ്മള് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നേരത്തെ ആ പൈസ നമ്മൾ കൊടുത്തിട്ടല്ലേ പോകുന്നത്. അത് യാഥാർത്ഥ്യം കേട്ടോ. നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി എത്തിക്കഴിഞ്ഞപ്പം ഇങ്ങനെയും സംഭവങ്ങളൊക്കെ മാറി. നല്ല കിടിലം പച്ചപ്പ്. വേറെ കാര്യമുണ്ട്, മേലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ മഞ്ഞ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതൊരു ഹിൽ സ്റ്റേഷനും കൂടെ ആണ് കൂർഗ് എന്ന് പറഞ്ഞാൽ. മൈക്കിള് വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങി കേട്ടോ. ഹായ് ഹായ് കൊച്ചിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാന്ന് പറയ്. ഹായ്. ഓ ഗൈസ്, മൈക്കിളെ ക്യാമറ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ് പിണങ്ങി. ഞങ്ങൾ അങ്ങനെ ചുരം കയറി തുടങ്ങി കേട്ടോ. ഏകദേശം ഒരു 10-12 എയർപിൻ ഇല്ലടാ, വലിയ എയർപിൻ ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ വളമുണ്ട് കേട്ടോ. ചെറിയ റോഡ് ആയതുകൊണ്ടുള്ള വിഷയം. വലിയ റോഡായിരുന്നു ഇവിടെ യാതൊരു വിഷയമില്ല. 12 വർഷത്തിന് മേളിലായെന്ന് എനിക്ക് തോന്നുന്നു ഈ റോഡ് പണിതിട്ട്. ഒരു അനക്കമുണ്ടോ നോക്കി? ഒരു അനക്കവും ഇല്ല. റോഡ് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇത് ഫോറസ്റ്റ് ആയിട്ടാന്ന് ഓർക്കണം. ഈ ശനിയും ഞായറൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ടാവും കേട്ടോ. ഇപ്പം ശനി ഞായറും അല്ലാത്തതുകൊണ്ട് അത്ര നല്ല രീതിയിൽ തിരക്കില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിന്റെ മെയിൻ പ്രശ്നം ഇതാട്ടോ. അതായത് ഏത് നിമിഷം മരം വീഴും. പിന്നെ മണിക്കൂറുകളോളം കിടക്കേണ്ടി വരും. ഒന്നും കർണാടകയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും വരണം. കർണാടക സൈഡിൽ തന്നെ വരണം. ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു ഇത് വെട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ആണോ? നല്ല രീതിയിൽ ഫോഗ് കിട്ടി കേട്ടോ. കോട ഇവിടെ അങ്ങ് മേളിലില്ലേ, അവിടെ വരെ ഈ കോട ഉണ്ടാവും ഉറപ്പാ. നമ്മള് കഴിഞ്ഞ ദിവസം ഇറങ്ങി വരാൻ നേരത്തെ ഇതിലും കോടയായിരുന്നു. അതെ കേട്ടോ. ഞങ്ങളുണ്ടല്ലോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഒരാള് കാണിക്കുന്ന നോക്കി. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന ചുരം കേറി. അതായത് ഈ കാണുന്ന ചുരം ഉണ്ടല്ലോ, ഇതുണ്ട്. ഇവിടുന്നാണ് നമ്മൾ കയറി വരുന്നത്. അതായത് നമ്മുടെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ചുരം, അവിടുന്ന് കയറി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെ ഒരു കിടിലൻ തടാകം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. അതായത് ഇതുണ്ടോ, ഈ കാണുന്നതാണ് തടാകം. അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ കാണുന്നൊരു ചെറിയ തടാകം. ഇതിലും മുതലൊക്കെ ഉണ്ടെന്നാണ് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. നീ ഓർക്കുന്നുണ്ടോ പണ്ടിനകത്ത് മുതലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടില്ല? വലിയ മീനുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം വലിയ മീനുകളുണ്ട്, പക്ഷെ ആരും പിടിക്കത്തില്ല. ആ വെള്ളം ഉണ്ടല്ലോ നേരെ ഇതിലെങ്ങനെ ഒഴുകി അങ്ങോട്ട് താഴോട്ട് പോകും. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ അപ്പുറം വെള്ളം ആയതുകൊണ്ട് വണ്ടി വരാൻ നേരത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. വെള്ളം തെറിപ്പിച്ചാൽ പോകും. ഇതുണ്ടോ, ഇവിടെയൊക്കെ തെന്നല കേട്ടോ. ഓവർ അങ്ങോട്ട് ഇറങ്ങിയിരിക്കണ്ട. ഇതുകൊണ്ട് ഇങ്ങനെ ചാടി പോയിട്ടോ. ഈ കാണുന്നൊരു സെറ്റപ്പാണ്. അതായത് നമ്മളങ്ങനെ നമ്മുടെ അവിടുന്ന് നേരെ കയറി കൂർഗ് കയറാൻ വേണ്ടി പോകുന്നത്. വീരാജ്പേട്ട, മടിക്കേരി, പിന്നെ അതേപോലെ തന്നെ പെരുമ്പാടി ആ ഒരു മേഖലയിലേക്ക് നമ്മൾ പോവാം. ചുരം കഴിഞ്ഞു നമ്മൾ നേരെ പോവാണ്. ഒന്നും അറിഞ്ഞില്ല. ഇത് എന്തായാലും നമ്മുടെ പെടലിലേക്ക് ഇരിക്കും വെള്ളം. ഗൈസ് നോക്കൂ, നമ്മുടെ നാട്ടിൽ കളർ കോഡ് ഇല്ലാത്ത ഇൻട്രസ്റ്റേറ്റ് കേരള രജിസ്ട്രേഷൻ വണ്ടിയാട്ടോ. ഈ രാജ്യപേട്ടയ്ക്ക് പോകുന്ന എത്ര കൊല്ലമായില്ലേ വർഷങ്ങളായ വണ്ടിയാണ്. നേരെ ഫൈനലി നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. ഇവിടെയൊക്കെ ബോർഡുകളുണ്ട്. തീപ്പെട്ടി ഒന്ന് വരച്ചിട്ട് ഇവിടെ ഇട്ടാക്കരുത്, കാടാണ്, സൂക്ഷിക്കണമെന്നുള്ളത്.
2-3 വണ്ടി വന്ന് ഞങ്ങളുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചു. എങ്ങോട്ടാ? എന്റെ ചിരി എന്നാ? എന്റെ പരിപാടി എന്നാ? കൊണ്ടുപോയി നിർത്താം കേട്ടോ. എന്നൊക്കെ സർക്കസാണ് മെത്രാൻ കാണിക്കുന്നേ. ഗൈസ് നോക്കൂ, മെത്രാൻ കുഞ്ഞാട്ടോ. ഞങ്ങൾ നേരെ പോവാ, ഫ്രണ്ടിലേക്ക് പോവാണ്. ഇനി അപ്രോക്സിമേറ്റ് നമുക്ക് 39 കിലോമീറ്റർ 1 മണിക്കൂറും 2 മിനിറ്റും സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഇതോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മടിക്കേരി 41. അതിൽ പോയാൽ വീരാജിപ്പേട്ട ടൗണ് കിട്ടും. ഇതാണ് പെരുമ്പാടി കേട്ടോ. പെരുമ്പാടി ഇപ്പൊ നമ്മളുള്ളത് ഈ ഒരു ഏരിയയിലുണ്ടല്ലോ, ഇഷ്ടം പോലെ റിസോർട്ടുകള് അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ്. 10 രൂപ അങ്ങോട്ട് സ്റ്റാർട്ടിങ് ഇവിടെ. അതായത് ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലൊക്കെ നല്ല കിടിലം പ്രോപ്പർട്ടി. മഴയും ആ മറ്റേ പച്ചപ്പും മറ്റേ ഇത് കാപ്പിത്തോട്ടം കേട്ടോ. സാധാരണ നമ്മൾ തേയിലത്തോട്ടമല്ലേ കാണുന്നത്, ഇത് ഫുള്ള് കാപ്പിത്തോട്ടമാണ്. ഈ കാണുന്ന ഈ റോഡിന്റെ ആ സൈഡ് ഉണ്ടോടാ, അതുണ്ട് അപ്പുറത്തെ സൈഡ്. ആ സൈഡ് മൊത്തം എന്താണ് കാപ്പി. ഈ കൂർഗ് കാപ്പി ഭയങ്കര ഡിമാൻഡുള്ള കാപ്പി. ഇത് ഫുള്ള് കാപ്പി കേട്ടോ. അടുത്തെങ്ങാനും വന്ന കേട്ടോ കൂർഗില് മാരിയേറ്റ് റിസോർട്ട് ആൻഡ് സ്പാ. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഇത് മനസ്സിലാക്കുന്നത്, ഇവിടെ ഇത്ര റിസോർട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നീയോടാ? ഇന്ത്യന്ന് പല സ്ഥലത്തുനിന്ന് ഇവിടെ ആൾക്കാർ വരുന്നവനെ. ഞങ്ങളുണ്ടല്ലോ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു വാഹനം നിർത്തി കേട്ടോ. എന്നെ സംഭവം എന്ന് വെച്ചാൽ നല്ല കിടിലം കാപ്പിത്തോട്ടം. നമ്മൾ തേയിലത്തോട്ടം കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ നല്ല കിടിലം കാപ്പിത്തോട്ടം. ഇത്ര നേരം വരെ ഉറങ്ങിക്കിടന്ന മൈക്കിള് പെട്ടെന്ന് നമുക്ക് കണ്ണ് തുറന്നു കൊടുക്കും കേട്ടോ. വായോ ഗൈസ് നോക്കൂ, അവന്റെ ഒരു പവറും പോസൊക്കെ നോക്കിയേ. അയ്യോ തൊപ്പി കളയല്ലേ കുഞ്ഞെ, തൊപ്പിയൊക്കെ ഊരി കളഞ്ഞു നിന്റെ. എന്തിനാ അങ്ങനെ കാണിക്കണം മൈക്കിള്? ഗൈസ് ഈ കാണുന്ന കേട്ടോ, അതായത് കാപ്പിത്തോട്ടം. ഇതാണ് കാപ്പിത്തോട്ടം. ഇതെന്നെ എഴുതി വെച്ചാക്കുന്നവരാമി റിസർവേഡ് പ്രൊജക്ട് ഓഫ്. ഗൈസ് നോക്കൂ, അങ്ങനെ എന്തോ ഒരു പ്രൊജക്ട് ആയിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രൊജക്റ്റാ, ലക്ഷ്മി പ്രൊജക്ട് അങ്ങനെ എന്തെങ്കിലും കേട്ടോ ഇവിടെ എഴുതി വെച്ചാക്കുന്നത്. ഈ കാണുന്ന ഇതും ഈ കാണുന്ന ഒരു ഭാഗവും പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ഭാഗവും ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാണ്. ഫൈനലി മൈക്കിൾ ഇറങ്ങി. മൈക്കിളിന് എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇറങ്ങി വരണം കേട്ടോ. ഇത് ഞാവൽക്കയാ? പപ്പ പോലെ കുറെ വന്ന പിന്നെ കാപ്പിക്കുരു ഇറക്കിയിട്ടില്ലേ അപ്പൊ പണ്ട്? കൈസ് നോക്കൂ, പണ്ട് നമ്മുടെ ആ സൈഡിലുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പേട്ടയിൽ ഇഞ്ചിപ്പണിയും പിന്നെ അതേപോലെ തന്നെ കാപ്പി പറിക്കല്, ഇഞ്ചിപ്പണി, കപ്പ നടല്, പിന്നെ അങ്ങനെ കൂലി എത്രയാ? അന്നൊക്കെ ചെറിയ പൈസ ഉള്ളായിരുന്നു, 30 രൂപ ഒരു ദിവസമോ? 30 രൂപ ഒരു ദിവസം. ഇതെങ്ങോട്ടാ മറാഠിക്കുട്ടി? എങ്ങോട്ടാടി? എല്ലാം ഊരിക്കളയാട്ടോ മറാഠി. ഗൈസ് നോക്കൂ, മറാഠി കുട്ടി എല്ലാം ഊരിക്കളയാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഈ വശം കാപ്പിയാണ്, ഈ വശം കാപ്പിയാണ്. ഇതിന്റെ അകത്തുണ്ടല്ലോ, ഇതിന്റെ അകത്ത് അപ്പൊ കുരുമുളക് നടുന്നേ. മൊത്തം തോട്ടം, കുരുമുളക് തോട്ടം. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്നിട്ട് പണിയെടുത്തോണ്ടിരുന്നത് പണ്ട് കാലത്ത്. കാപ്പിക്കുരുവും പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പറിക്കാനും. ഈ കേരളത്തിൽ നമ്മുടെ ഈ പിന്നെ കർണാടകയുടെ ബൗണ്ടറിയിലുള്ളവർ മുഴുവൻ, ഈ ബൗണ്ടറി അല്ല ബോർഡറിലുള്ളവർ മുഴുവൻ ഈ കർണാടകത്തിൽ വന്നിട്ടാ പണിയെടുത്തോണ്ടിരുന്നത് പണ്ട് കാലത്ത്. പിന്നെ പണ്ട് കാലത്തൊക്കെ പിന്നെ കാപ്പിക്കുരുവിന്റെ പണി, പിന്നെ കുരുമുളകിന്റെ പണി, ഇഞ്ചി കൃഷി, കപ്പ കൃഷി. അതിന്റെ ഒരു ഗേറ്റ് ആട്ടോ ഈ കാണുന്ന ഒരു എസ്റ്റേറ്റിന്റെ ഗേറ്റ്. അതായത് ഈ ടീ എസ്റ്റേറ്റ് പോലെ തന്നെയാണ് ഈ കാണുന്ന കാപ്പി എസ്റ്റേറ്റ്. ഈ തണുപ്പുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഏറ്റവും കൂടുതൽ വളരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ അകത്ത് കൊടിയും ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ കാപ്പി പ്ലാന്റേഷനും ഉണ്ടാവും. ഇതുണ്ടോ, ഇതിങ്ങനെ നീളത്തിൽ കിടക്കും കേട്ടോ. എനിക്കൊന്ന് ഏക്കർ കണക്കിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതുണ്ടോ, ഇതങ്ങനെ നീളത്തിൽ കിടക്കുവാന്ന് ഇഷ്ടം പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്നൊരു 10 കിലോമീറ്റർ അല്ലേ മൊത്തം. പിന്നെ ഇത് 100, 150, 200 ഏക്കറൊക്കെ സ്ഥലമുള്ളവരുണ്ട് ഇതിന്റെ അകത്ത്. മമ്മി ഇവിടെ വന്നവരെ തീയൊരു കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നില്ലേ മമ്മി തിരിച്ചു വന്നപ്പോ കർണാടകത്തിൽ എന്തോരു ചക്കയായിരുന്നു, നമ്മുടെ കേരളത്തിലൊന്നുമില്ല. ഫൈനലി അങ്ങോട്ട് പോയി എല്ലാരും തിരിച്ച് നടന്നു വരും കേട്ടോ. മൈക്കിളെ പോവാടാ, ചിരി നോക്കിയേ, കൈയൊക്കെ പൊക്കി കാണിക്ക, അങ്ങോട്ട് പോക്കോളാൻ. ഗൈസ് നമ്മൾ ഇതുവരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലൊന്നും എത്തിയിട്ടില്ല. നമുക്ക് വേഗം യാത്ര ഇരിക്കാം കേട്ടോ. രാവിലെ ഇറങ്ങണ്ടായിരുന്നു, രാവിലെ ഇറങ്ങിയത് അടിപൊളിയായനെ, പക്ഷെ രാവിലെ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ഗൈസ് ആരെങ്കിലും കൂർഗിലെ ട്രഡീഷണൽ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാട്ടോ കഴിക്കേണ്ടത്. ഇവിടെ ട്രഡീഷണൽ എന്നാടി പേര് ഊമ്പാല എന്ന് പറഞ്ഞ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു റെസ്റ്റോറന്റ് ഇവിടെയാണ് കിഡിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കൂർഗിലെ ട്രഡീഷണൽ ഫുഡ്.
ആ സാധനമാണ് മലാന്ന് ഇവര് ഉദ്ദേശിക്കുന്ന വീട്. അപ്പൊ ഊമ്പാല പോർക്ക് കൊണ്ടുള്ള പന്നിയിറച്ചി കൊണ്ടുള്ള ഐറ്റംസ് ആവില്ല. അത് പുളി ഒരു പ്രാവശ്യം കേറിയതാ. പുളി ഇട്ടിട്ടുള്ള പരിപാടി കേട്ടോ. ഇത് കർണാടകയിലെ ഒരു ടൗൺ ആണ് വീരാജിപ്പേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പം എന്താ വീതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് നമ്മൾ ഈ വണ്ടികളെയൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മൾ അതായത് ഈ കാണുന്ന ടൗണിൽ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കടച്ചക്ക മേടിച്ചോണ്ട് വന്നത് കേട്ടോ. ഇവിടുന്നാണ് ഞങ്ങൾ കടച്ചക്ക മേടിച്ചോണ്ട് വന്നത്. അത്യാവശ്യം വലിയ ടൗൺ കേട്ടോ വീരാജിപ്പേട്ട ടൗണ്. അത്യാവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത ടൗൺ ഏതാപ്പേ? അങ്ങോട്ട് പോകണം, മൈസൂർ പോകണേല്. വീരാജിപ്പേട്ടയിലെ ബസ് സ്റ്റാൻഡ് നോക്കി എല്ലാം കളർ അടിച്ച് മനോഹരമായി കൊണ്ട് നടക്കുന്ന ബസ്സുകളാണ്. അതിന്റെ അകത്ത് ഒരു KL രജിസ്ട്രേഷൻ ഉണ്ട്, അതാണ് ലക്ഷ്മി. ബാക്കി എല്ലാം കർണാടക രജിസ്ട്രേഷൻ ഉണ്ട്. ഒരെണ്ണം ആഷിക്ക്. ഇത് ആഷിക്കാണ്. ആഷിക്ക് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഗൈസ് നോക്കൂ, അത് ഇവിടുത്തെ വെസ്റ്റേൺ ക്ലാസ് എന്ന് പറഞ്ഞൊരു വണ്ടി അവരെടുത്താന്ന് തോന്നുന്നു. ഇനി ഏകദേശം നമുക്ക് 20 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷനിലേക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. പക്ഷെ ക്യാമറയിൽ എത്രത്തോളം എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല അല്ലേ ഇവനെ. ഐഫോണിന്റെ അകത്തല്ലേ ക്യാമറക്ക് മഞ്ഞ് എടുത്ത് കാണിക്കൂല. അതെ, ഇവിടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാ. ഒരു മിനിറ്റ്, വണ്ടി ഒതുക്കട്ടെ. അവിടെ ഒതുക്കാം, അപ്പുറം ഒന്ന് വഴിക്ക് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. പുള്ളിക്കാരൻ്റെ ഓട്ടോ കേട്ടോ. എന്നെ സെറ്റപ്പ് നോക്കിയേ. ഇത് ബലൂൺ പോലെ ആക്കിയിട്ടുള്ള സെറ്റപ്പ് കേട്ടോ. ഇതെന്തിന്റെയാ? ഡസ്റ്ററിന്റെ. ഡസ്റ്ററിന്റെ മറ്റേ സംഭവം കേട്ടോ ഇത്. അത്യാവശ്യം നല്ല പൈസ മുടക്കി പണിത വണ്ടി. ഇത് ഫ്രണ്ടിൽ പാവ. എന്നാ സെറ്റപ്പ് നോക്കിയേ. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിയേ. ഏതാ ലൈറ്റ് അല്ലേ? പേര് പൊക്കോട്ടെ ഞങ്ങള്. ഗൈസ് നോക്കി ഇവരെ ഞങ്ങൾ യാദൃശ്യമായിട്ട് കണ്ടാണ്. ഞങ്ങളെ അവിടെ നല്ല കപ്പ കണ്ടു കേട്ടോ, കപ്പ. അപ്പോൾ ഇച്ചിരി കപ്പ മേടിച്ചിട്ട് പോവാന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. എന്തൊരു രസമാണെന്ന് നോക്കി. ഇങ്ങോട്ടൊക്കെ ഒരു ഒന്നൊന്നര സാധനമാണ് നിൽക്കണം നോക്കിയേ. എൻ്റെ കർത്താവേ, തക്കട് മുണ്ടൻ. വീട്ടിലോട്ട് മേടിച്ചിട്ട് അല്ലേ? എൻ്റെ ആഗ്രഹമായിട്ട് ഒരു കാളാനെ മേടിക്കണോ. മേടിക്കും, ഇപ്പം അല്ല പിന്നെ. ഞാൻ അവിടെ പന്നിയിറച്ചിക്ക് 400, ഇവിടെ 360. 40 രൂപ കുറവുണ്ട്. ഏതാ മേടിക്കുന്നത്? മേടിക്കാം. നാടൻ പന്നിയാ. ഇവിടെ ഉണ്ട് കേട്ടോ ഈ ചെവി, പിന്നെ കാല്, ഈ സാധനങ്ങൾ കഴിക്കണം. നമ്മൾ ചൈനയിലൂടെ കണ്ടേ. ചൈന, ഇവിടെ ഉള്ളത് കഴിക്കുമോ കേട്ടോ. കർണാടക ഇവിടെ കുറുകുകാർ കഴിക്കുമോ? ഈ ഇതൊക്കെ കൂർഗുകാർ കഴിക്കുമോ? ഈറ്റിംഗ് ദിസ് ഗൈസ് നോക്കി, ഇതൊക്കെ ഇവിടെ ഉള്ളവർ കഴിക്കുന്ന കേട്ടോ. നമ്മുടെ എവിടെയാ കഴിക്കൂലാത്ത കേട്ടോ. നോക്കി ഇവിടെ നല്ല കിടിലം കപ്പയുണ്ട് കേട്ടോ. അപ്പം കപ്പയും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തേക്കുള്ള സംഭവം റെഡി. ഈ കാണുന്ന പ്ലാസ്റ്റിക് കൂടെ ഇപ്പം കേരളത്തിൽ പറ്റില്ല കേട്ടോ. നല്ല രീതിയിൽ ഫൈൻ കിട്ടും. ഇവിടെ പറ്റും, കുഴപ്പമില്ല. ഇവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഗൈസ് നോക്കി, ഇവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടാണ്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. പേര് പൊക്കോട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പൻ അവിടുന്ന് മാങ്ങയും പിന്നെ അതേപോലെ തന്നെ കപ്പയൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഡെസ്റ്റിനേഷനിൽ റീച്ചായി. ഇതാണ് ആനയുടെ ആ സ്ഥലം. ഇവിടുന്ന് ഇനിയിപ്പം 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ദുഃഖർ അങ്ങനെ വേടി. ഗൈസ് ഇവിടെ വന്നിട്ട് ആകെ പാളിപ്പോയി. 4:30 ഇവിടെ തുറക്കുള്ളൂ അല്ലേ ഇവനെ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് 11 മണിയാകുമ്പോൾ ഇവിടെ പോകും. അബി ഫോൾസ് 32 കിലോമീറ്റർ കണ്ടോ? 32 അല്ലേ? 32 കിലോമീറ്റർ. 6 കിലോമീറ്റർ കൊണ്ട് പോകണ്ടല്ലോ. 6 കിലോമീറ്റർ കൊണ്ട് പോകണ്ട. അത് വേറെ അങ്ങോട്ടാ. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. നല്ല രസം കേട്ടോ ലിവിനെ ഇതിലെ പോവാൻ വേണ്ടി. കാപ്പിത്തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ, പിന്നെ നമ്മളെ പോലെയുള്ള പൈമരങ്ങളുടെ അടുത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ വിചാരിച്ച നമ്മൾ മാത്രമുള്ള ഈ റൂട്ടിൽ നിന്നാണ്, പക്ഷെ അല്ല, വേറൊരു ടൂറിസ്റ്റ് വണ്ടി കൂടെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ ഗസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആനയുടെ പോയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തുറക്കുമ്പോൾ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. ഇവിടെ ടാറ്റയ്ക്ക് തോട്ടം ഉണ്ടായിരുന്നല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഞാനത് ടാറ്റ കോഫി ലിമിറ്റഡ്. കാപ്പി ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ആണോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ മേഖലയുണ്ട്. ഈ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആ ഏരിയ മൊത്തം ടാറ്റയുടെ. നല്ല കിടില സ്ഥലം കേട്ടോ. കിടില സ്ഥലം എന്ന് വെച്ചിട്ടുണ്ട്. കിടില സ്ഥലം. ഓരോ മിറ്റനുസരിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ചില സ്ഥലത്തെത്തും മഴയില്ല, ചില സ്ഥലത്തെത്തും മഴയില്ല. ഭയങ്കര സ്ഥലം കേട്ടോ. ഫൈനലി ഞങ്ങൾ വണ്ടി നിർത്തി. ഞങ്ങൾ പോകുന്ന വഴിക്ക് മടിക്കേരിയുടെ ഹായ് മൈക്കിൾ, ഉറങ്ങിക്കിടന്ന മൈക്കിൾ എണീറ്റാ. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഫൈനലി മടിക്കേരിയുടെ ആകാശ കാഴ്ചകൾ കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റാണ്. അല്ലല്ല, ഇത് മടിക്കേരിയാ. ഞാൻ താഴോട്ട് നോക്കി. ഈ കാണുന്ന മടിക്കേരിയാ. മടിക്കേരി റോഡ് പണിയുവാ. എന്നാ പോവാ എവിടെ? ഗൈസ് നോക്കൂ, ഫൈനലി ഈ കാണുന്ന നമ്മുടെ തൊട്ട് താഴെ കാണുന്ന മടിക്കേരിയാണ്.
മടിക്കേരി നിന്നാണ് നമുക്ക് അബി ഫോൾസിലേക്ക് പോകേണ്ടത്. അപ്രോക്സിമേറ്റ് ഇനിയിപ്പോ വലിയ ദൂരം എന്നാ അഭിയുണ്ട്, സാറുണ്ടോ അവിടെ? വിളിക്കണോ? ഹേ മാൻ, ഓ മാൻ, ഹേ മാൻ, മാൻ ഇപ്പഴും എണീറ്റ്. ഇത്ര നേരം സൂപ്പർ ഉറക്കം വരുന്നു കേട്ടോ. മൈക്കിളല്ലേ? വലിയ തണുപ്പില്ല, അത്യാവശ്യത്തിന്. മൂന്ന് ഡെസ്റ്റിനേഷൻ വെച്ച് വീട്ടിൽ നിന്ന് വണ്ടി തിരിച്ചാട്ടോ, ഒന്നുപോലും എത്തിയില്ല. ആനയുടെ 4 മണിക്ക് പോയിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ ഒരെണ്ണത്തിൽ പോവും അല്ലേ? അവൻ എന്ത് ചെയ്യാനാ, നമ്മള് പോകുന്ന സ്ഥലം അടയ്ക്കുമല്ലേ. അപ്പൊ കയറുവാ, നമുക്ക് എവിടേക്കാ പോട്ടെ? മല ചാടി കുന്നു കേറി. എങ്ങനെ ചങ്കിന് വിഷമമുള്ളവരാ? ആരമ്മക്ക് ഇത് പറഞ്ഞു തന്നെ ആണോ? ആൾക്കാരും ഭ്രാന്താന്നോർത്ത് കൊണ്ടുപോകും കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ ഭാഗമൊക്കെ ഉണ്ടോ? ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. മൈക്കിളെ കൈയടിക്കടാ. മൈക്കിളെ കൈകൊട്ടറാ. മൈക്കിൾ ഇടയ്ക്കൊക്കെ ആക്റ്റീവ് ആവുമല്ലോ കേട്ടോ. ഓ സന്തോഷായി, ആക്ക് സന്തോഷായി. കൈവത്ത് എല്ലാവരും കൈവത്ത. ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന വഴി കൂടെ അബി ഫോൾസിന് പോകുമായിരുന്നേ. ആ പോകുന്ന വഴിക്ക് യാദൃശ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. അപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ അതിനെ കയറാൻ തീരുമാനിച്ചു. ഒരാൾക്ക് 300 രൂപ ഫെയർ ഉള്ളു കേട്ടോ. വളരെ പൈസ കുറവാട്ടോ. വളരെ പൈസ കുറവെന്ന് വെച്ചാൽ വളരെ പൈസ കുറവാണ്. സാധാരണ ഇങ്ങനെയുള്ള ഗ്ലാസ് ബ്രിഡ്ജുകൾക്കൊക്കെ അത്യാവശ്യം പൈസ കൊടുക്കേണ്ടി വരും. ഇതിലെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നു. ഇത് സംഭവം കൊള്ളാട്ടാ. ഓ കലക്കം സെറ്റപ്പ്. കൊള്ളാലോ. പൈസ ഞങ്ങൾ നേരെ പോയി കയറട്ടെ കേട്ടോ. അബി ഫോൾസ് കാണാൻ പോകുന്ന വഴിക്ക് കണ്ടാണ്. എന്തായാലും എല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നുള്ളത്. അതെന്തായാലും ഞങ്ങൾ നടത്തിയേക്കാം. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. 1500 രൂപ ഞങ്ങൾ 5 പേരുണ്ട്. 300 വെച്ചല്ലടാ? 300 വെച്ച് കേട്ടോ. ഗൂഗിൾ പേ കൊടുക്കുന്നു. നമ്മുടെ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരിയിടണം. റിമൂവ് യുവർ ഫുട്വെയർ. അമ്പോ, ഓ ഇതൊരു അസാമാന്യ സംഭവം കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറുന്നതാണ്. ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ പപ്പേ എല്ലാം കൂടെ ഒരു സ്ഥലത്തിട്ട് പപ്പേ ഇവിടെ ഇടാം. ഇതിലേ വരുന്നേ. എല്ലാരും ചെരുപ്പ് ഇവിടെ ഇടണം. ലിവിനെ അപ്പുറം എല്ലാരും ഒരുമിച്ചിട്ട്. ചെരുപ്പ് പോയാൽ വൻ നഷ്ടം സംഭവിക്കും കേട്ടോ. 5000 രൂപ സ്പോട്ടിൽ പോകും. 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റിന് 300. ഇത് ഈ കാണുന്നതാണ് ടിക്കറ്റ് കേട്ടോ. ഇതാണ് ടിക്കറ്റ് നമ്പർ. അഡൽട്ട്. ഇത്രയും പേര് ഇത് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ചൈന വരെ കൊണ്ടുപോകുന്ന കാര്യം. അവിടെ എത്രയാ? അവിടുത്തെ എങ്ങനെയാ പോയാലും ഒരു 10,000 രൂപ നാട്ടിൽ. നോക്ക് ഫൈനലി ഞങ്ങള് കയറാൻ വേണ്ടി പോകണം. ഇവിടെ ക്യൂ നിൽക്കണം കേട്ടോ. മൈക്കിൾ അവിടെ നിൽക്കുന്നു, അപ്പൻ അവിടെ നിൽക്കുന്നു, ഞാനിവിടെ ഉണ്ട്, അഭിരാമി ഇവിടെ ഉണ്ട്. മമ്മി കാറിയാക്കരുത് കേട്ടോ. ഗ്ലാസിന്റെ അകത്ത് നമ്മൾ നടക്കുക. പോടി. അവൾ അതിന്റെ അപ്പുറം പേടിപ്പിക്കാണ്ട് വേറൊരു സെറ്റപ്പ്. മമ്മി ചില്ലിന്റെ മേലെ കൂടെ നമ്മൾ നടക്കുന്നു. നല്ല രസമാണ്. അപ്പൊ കണ്ടു സെറ്റപ്പ് കേട്ടോ. 10 മിനിറ്റ് സമയമുള്ളൂ കേട്ടോ. എത്ര? 10 മിനിറ്റ് സമയമുള്ളൂ. അതായത് സ്കൈവാക്ക് മടിക്കേരി, സ്കൈവാക്ക് മടിക്കേരി അങ്ങനെയാ. കേരളത്തിലൊരു സ്ഥലത്തുണ്ട്, ഇടുക്കിയിലെ 2 സ്ഥലത്ത്. കേരളത്തിൽ വയനാട്ടിലുണ്ട്, വാഗമൺ ഉണ്ട്, വയനാട്. ഏറ്റവും ചെറിയ പൈസ ഇവിടെയാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നട്ടോ. 300 രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല. ഇത് പുതിയതാന്ന് തോന്നുന്നുണ്ടോ. ഇത് എബോ 12 വയസ്സുള്ള മേളിലെ ആൾക്കാര് സമ്മതിക്കുന്നുള്ളൂ. അപ്പൊ നീ പുറത്തു നിന്നോ മൈക്കിളെ പിടിച്ചു? ഇവനെ 12 വയസ്സ് മേളിലുള്ള സമ്മതിക്കുന്നുള്ളൂ. അപ്പൊ കൊച്ചിനും കൊടുത്തരാം. അഭിരാമി ഇവിടെ നിന്നോളും അല്ലേ? മൈക്കിളിനെ ചിരിയൊക്കെ നോക്കിയേ. മക്കളെ നമ്മളെവിടെ പോ? എങ്ങോട്ടാ പോലെ നമ്മള്? എങ്ങോട്ടാ മൈക്കിളെ പോകുന്നേ? 5 പേരെ ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യക്കാരുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ. അടിപൊളി. 5. ഗൈസ് നോക്കൂ. ആദ്യമായിട്ട് അങ്ങനെ ഞാനും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി. ടഫൻ, നല്ല കട്ടി കൂടിയ ടഫൻ. ഓഹോ വാ കേറപ്പാ. പപ്പ ഇങ്ങോട്ട് വാപ്പേ. തമാശ കളിക്കാതെ. കമാൻ അപ്പനെ പിടിച്ചേ. അത്രയ്ക്കൊന്നുമില്ല. ലിവിനെ ഫോൺ കീശ കിട്ടോ. അപ്പം വാ.
ഇത് പേടിക്കാനൊന്നുമില്ല, ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ കുഞ്ഞുമോനെ. എടാ ഇങ്ങോട്ട് വായിക്കാ കോമഡി. അപ്പൊ താഴോട്ട് നോക്കണ്ട, താഴോട്ട് നോക്കാനായിട്ട് ഒന്നും ഇല്ല, മേലോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഗൈസ് നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. മമ്മിക്ക് ഒരു പേടിയില്ല, മമ്മി അതേ പോകുന്നു. മമ്മി അങ്ങ് പോവുകയാണോ? അമ്മ അങ്ങോട്ടല്ല, മേലോട്ട് നോക്ക് മമ്മി. ഇത് ഇവിടെയൊക്കെ ചെറിയ ഇതുണ്ട് കേട്ടോ ലിബിനെ. ആ നോർമൽ ടഫൻ. ഇത് മൈക്കിൾ ചിരിക്കുക, പപ്പ വരുന്നുണ്ട്, മൈക്കിൾ ചിരിക്കുന്ന പപ്പ ഇതെന്നെ കാണിക്കുന്നേ. അയ്യ അങ്ങനൊന്നും ഇല്ല, മേലോട്ട് നോക്ക്, നേരെ നോക്ക്. അയ്യേ ഇതിനാണോ പപ്പ ഈ കിടന്ന് ഇത്ര ഇത് കാണിക്കുന്നേ ലിബിനെ? ചൈനയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, പിന്നെ അതുപോലെ പാറ ഇതിന്റെ 10 അടി ഹൈറ്റ് ഒക്കെയാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഈ കാണുന്ന ഒരു ഇതിലേക്ക് കയറുന്നത്. മമ്മി അങ്ങോട്ട് പോവാ. മമ്മി എന്നെ പറ്റിയേ? ആഹാ അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട് കേട്ടോ. 10 മിനിറ്റ് സമയമുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നടക്കാൻ പോകും, ഇവിടെ കിടിലും വ്യൂ കിട്ടും. കാറാറേ പാപ്പ അത്ര പേടിക്കാനുള്ള കേസൊന്നുമില്ല. കമാൻ ഗൈസ് നോക്കുക, അങ്ങനെ വലുതായിട്ട് പേടിക്കൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടിലൻ ഒരു വ്യൂ കിട്ടും. ഓ അടിപൊളി ഗൈസ് നോക്കി, ഇതാ കേട്ടോ സംഭവം. അവിടുന്ന് ഇവിടം വരെ നമ്മൾ നടന്നു വന്നു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതാ കേട്ടോ, എന്താണ് ഗ്ലാസ്സാണ്. പക്ഷെ നമ്മുടെ ഈ വളയൊക്കെ കറക്റ്റ് സ്പോട്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുകഴിഞ്ഞാൽ സാധനം പൊട്ടു കേട്ടോ. ഓ അടിയിൽ നോക്കി എന്നെ പേടിക്കാതിരിക്കുന്നത്, അങ്ങനെ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. ഇതാ ടാഗൊക്കെ അടിച്ചു വെച്ചാക്കുന്നുണ്ട് ഇവിടെ, ഇതുണ്ടോ ടാഗൊക്കെ അടിച്ചു വെച്ചാക്കുന്നു. അപ്പനെന്തിയേ ഇവിടെ പിടിക്കണ അപ്പനെ പിടി. ആ ഇതാണ് അഡ്വഞ്ചർ. ഇറങ്ങി വാ, അപ്പനെ പിടിയടാ ഇതിനെ, അപ്പനെ പിടിച്ചോണ്ട് വാടാ. ഗൈസ് നോക്കൂ, മൈക്കിളിന് ഒരു പേടിയില്ല കേട്ടോ. നല്ല കിടിലൻ വ്യൂ ആട്ടോ. ഇത് നോക്കിയേ, നല്ല താഴ്വരകളാ. ഇത് നോക്കിയേ, ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കിടിലൻ കാഴ്ചകളാണ്. ഇവിടെ ഒരു വീടുണ്ട്, ഇതുണ്ടോ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ കാഴ്ചകളാണ്. ഇതുണ്ടോ ഇവിടെ ഒരു കിടിലൻ വീട്, ഇവിടെ താഴ്വര, പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നേച്ചർ ആട്ടോ. കിടിലൻ നേച്ചർ എന്ന് വെച്ചാൽ അടിപൊളിയല്ലേ. അപ്പൻ ഇവിടെ എത്തിയോ? അപ്പനെന്നാ പോയി കാണിക്കുന്നത്? മൈക്കിൾ ചിരിക്കും ഇവനെ. ഇനി അവനെ ഇറക്കി വിട്ടേടി, അവന് പേടിയൊന്നും ഉണ്ടാവില്ല. വിടറി ഇറക്കി വിടായിരിക്കും ഉമ്മയൊക്കെ കൊടുക്കുക. കള്ളൻ. ഇത് കൊള്ളാല്ലേടാ, പിന്നെ അടിപൊളി കേട്ടോ. പൈസക്ക് വെറുത്തുണ്ട്, 300 രൂപയ്ക്കുള്ള വെറുത്തുണ്ട്. ഓവർ പ്രൈസ് അല്ല, അത്യാവശ്യം ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഈ പൈസക്കാണ് എല്ലാവർക്കും കയറാൻ വേണ്ടി പറ്റും. ഓവർ പ്രൈസ് ആവുമ്പോ ഇല്ലേ എല്ലാവർക്കും കയറാൻ വേണ്ടി പറ്റൂല. ഗൈസ് നോക്ക്, ഈ ഒരു പൈസക്ക് ലിബി പറഞ്ഞ പോലെ അത്യാവശ്യം വെർത്താണ്, എല്ലാവർക്കും പറ്റും. ഓവർ പ്രൈസ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു ഇതുള്ളവർക്കൊക്കെ കയറാൻ പറ്റുള്ളൂ, സാധാരണക്കാർക്കും കയറാൻ പറ്റിയ ഒരു പ്രൈസ് ആട്ടോ. ഇതിലിങ്ങനെ നമുക്ക് റൗണ്ട് അടിച്ച് നടക്കാം. എനിക്കങ്ങനെ വലിയൊരു പേടിപ്പെടുത്തുന്ന സംഭവമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ അകത്തോടെ പൊട്ടുന്ന പോലെയൊക്കെ സാധനമൊക്കെ വന്നു പേടിപ്പെടുത്താൻ. അപ്പനത് പിടിച്ചു പിടിച്ചു പോകുന്നുണ്ടോ? ഇതുണ്ടോ അപ്പം പിടിച്ചു പിടിച്ച് അപ്പൻ നൈസായിട്ട് പോവുക കേട്ടോ. മമ്മി അപ്പനെ കുറ്റം പറയാൻ വേണ്ടിട്ടോ. അമ്മ എവിടെയാ പിടിക്കുന്നത്? എന്റെ അമ്മയോ മമ്മി അപ്പൻ്റെ കീച്ചു, എന്റെ അമ്മയും അതേപോലെ തന്നെ പിടിച്ചു പിടിച്ച് നടക്കാം കേട്ടോ. നമുക്കില്ല നടക്കാം, വാ ബാടാ ലിബി, നമുക്ക് ഇതിലൊന്ന് നടന്നിട്ട് വരാം. ഇതിലൊന്ന് മൊത്തത്തിൽ എനിക്ക് അങ്ങനെ അടിക്ക് നോക്കിയിട്ട് വലിയ ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇതുണ്ടോ പിന്നെ ഇത് നോക്കിയേ, ഇത് നല്ല കട്ടിയുള്ള ഗ്ലാസ്സാ. എന്റെ പൊന്നെ നല്ല കിടലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വനത്തിന്റെ മേൽഭാഗം ഒക്കെ ആണ് കേട്ടോ. നമ്മൾ ഡ്രോണൊക്കെ വിടാൻ നേരത്തെ കാണുന്ന പോലെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും അല്ലേ ലിവിനെ? ഇതിനകത്തോടെ ഏറ്റവും സുഖം എന്താണെന്നറിയോ, ഗ്ലാസ്സിലെ ഇത് കൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോയി അടിപൊളിയായിരുന്നു അല്ലേടാ. ബങ്കി ജമ്പിങ് ഒക്കെ വേണം, ഇന്ന് കിഡിലായി മാറിയാണ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? നീ എന്തിനാ കിടന്ന് കാണിക്കുന്നത്? അവൻ അതിലും വലിയ കേസ് കേട്ടോ. ഫൈനലി ഞങ്ങൾ തിരിച്ചു പോവാണ്, വണ്ടി എടുത്തിട്ട് പോയിട്ടോ. സംഭവം കൊള്ളാം, അടിപൊളിയായിരുന്നു. മമ്മി പോവാ മമ്മി. പപ്പ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ആ 10 മിനിറ്റ് ഒരു ടീമിന്, അതായത് എനിക്ക് 10, 15, 20 പേര് 15 പേരെ എങ്ങനെയാണ് കയറ്റി വിടുന്നത്. അതിൽ 10, 15 വെച്ച് അങ്ങനെ എന്തെങ്കിലും ആട്ടോ സെറ്റപ്പ് അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ 10, 15 എനിക്ക് തോന്നുന്ന ചേട്ടന്മാർ നമ്മൾ അറിയാന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് കുണുകുണ ബെല്ലടിക്കാത്ത. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. ആനയെ കയറണം, ആനയെ കയറിയില്ലേല് നമുക്ക് വെള്ളത്തെങ്കിലും കയറാം. ആനയുടെ അവിടെ വരെ പോകണം കേട്ടോ. തിരിച്ചു ഓ സർക്കസാ ഇറക്കി വിട്ട് നടത്തി നോക്കിയല്ലോ. വേണ്ട
ഗൈസ് നോക്കിയത് കണ്ടോ, ഈ ഒരു വശത്തു നിന്ന് ഞങ്ങൾ നേരെ ഈ ഒരു വശത്തോട്ട് ഞങ്ങൾ യാത്ര ചെയ്യുക കേട്ടോ. അവനാണ് നടക്കുക. മൈക്കിൾ നടഞ്ഞോ? മൈക്കിൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുക. വിസിലടിച്ചോണ്ടിരിക്കും കേട്ടോ. വിസിലടിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. ഒരു പേടിയില്ല കേട്ടോ, പോവാ, ആളങ്ങ് പോവാ കേട്ടോ. ആൾക്കൊരു പേടിയില്ല. ആള് തുള്ളിച്ചാടി ആളങ്ങ് എത്തി. വിസിലടിച്ചു കേട്ടോ. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. അതായത് ഓരോ സെക്ഷനാണ്. ഇനിയിപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. നമ്മൾ ഇറങ്ങുന്ന അനുസരിച്ച് വേണം അടുത്ത ടീമിന് കയറാൻ വേണ്ടി. അപ്പോൾ അവരവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി പോവാട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നിനക്കോ? ആ ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു. അപ്പനത് വന്നിട്ട് അവിടെ ശ്വാസം മുട്ടിയൊക്കെ ഇരിക്കുന്നു. അപ്പനെന്നെ പറ്റിയ അപ്പനെൻ്റെ ഒരു ഇളി നോക്കിയാടോ. അപ്പൻ്റെ ഒരു ഇളി നോക്കിയേ. അപ്പൻ്റെ പടം തെറിച്ചതോ? നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഗൈസ് നമുക്ക് ഫൈനലി എല്ലാം ചെരുപ്പ് കിട്ടിയോ? അതേപോലത്തെ ചെരുപ്പ് തന്നെയാണോ? എന്നാ ഇപ്പൊ കരയുന്ന മാറി നിന്നിട്ട് ചായ കുടിക്കാം. പാ, എവിടെയാ? നമ്മുടെ സഫാരി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ മേലോട്ടാണ് പോകേണ്ട. ഇതാണ് നമ്മൾ കയറിയ ആ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഈ കാണുന്ന ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അബി ഫോൾസ് കേട്ടോ. ഇപ്പോഴേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. നമുക്ക് പിന്നെയാലും കഴിക്കാമല്ലോ. അപ്പം നല്ല കിടിലൻ ഇഡ്ഡലി കിട്ടി കാണുന്നൊരു കടയിൽ നിന്ന്. അപ്പോൾ അവന് ഇഡ്ഡലി കൊടുക്കാം കേട്ടോ. കഴിക്കുന്നുണ്ടോടാ? എന്നാൽ ഇഡ്ഡലി മാത്രം കൊടുക്കണേ. എന്ന് കഴിഞ്ഞാണ്ടല്ലോ കറക്റ്റ് അങ്ങോട്ട് ആൾക്കാർ പോകും. നമുക്ക് കറക്റ്റ് കാണാം കേട്ടോ. ഇതുണ്ടോ ആൾക്കാരിൽ അവിടെ പോയി അതിൻ്റെ ഒരു അറ്റത്തായിട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. എനിക്കൊന്ന് ഇത് വന്നപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കൂടി നിന്നു. കാരണം ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. ദൂരെ ടൂറിസ്റ്റുകളാണെന്നറിയോ? ദൈവമേ, ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തോ ജീപ്പ് സഫാരി സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ. നമ്മൾ അബി ഫോൾസിലേക്കാണല്ലോ വന്നത്. ഇവൻ ലിവിനിവിടെ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവനെ ഇത് കഴിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കേട്ടോ. ചിരിച്ച് കളിപ്പിച്ച് എങ്ങനെയും അവനെ കഴിപ്പിക്കുക എന്നുള്ളതാണ്. അടിപൊളി. പപ്പ മേടിച്ചോ? അപ്പേ കൊള്ളാവോ? എനിക്കുണ്ടോ? അപ്പം കഴിച്ചു. എനിക്ക് നെഞ്ചിരി. അവനിപ്പം ഇത് വേണം, അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. ഫൈനലി അഭിരാമി വന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അവനെല്ലാം വായിൽ ഒളിപ്പിക്കുക. കാപ്പി എങ്ങനെ ഉണ്ടമ്മേ? കൊള്ളാവോ? അടിപൊളിയാണോടി? കുടിച്ചു നോക്കിയേ. ആ ഇപ്പം അവന് കാപ്പി വേണം, കുടിക്കുന്ന കാപ്പി വേണം. ഇഷ്ടം പോലെ വൈൻ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. വൈൻ, പിന്നെ നാച്ചുറൽ ജാം, കോഫി, അതുപോലെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇവിടെ വണ്ടി എടുക്കട്ടെ കേട്ടോ. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആട്ടോ. അല്ലടാ ലിവിനെ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ പോകില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല. ഗുജറാത്ത്, അവരിങ്ങോട്ട് വരും അല്ലേ? ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങൾ നേരെ അബി ഫോൾസിലേക്ക് യാത്ര ചെയ്യാണ്. ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 3 കിലോമീറ്റർ ഉള്ളൂ. സ്ട്രൈറ്റ് 3 കിലോമീറ്റർ ഇല്ല. അബി ഫോൾസ് എന്ന് പറയുമ്പോഴേ എനിക്ക് എന്നെ തന്നെ തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ അബി ഫോൾസില്. പക്ഷെ എന്നെ തിരക്കാൻ നോക്കി. ഇതെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആടി. ഇതൊന്നും ഇവിടെ ഉള്ളവരല്ല. ഇവിടെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ആട്ടോ. അത് അവിടം വരെ അടി അടിപൊളിയാട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ നേപ്പാളിലാണ് ഉള്ളത്. പാർക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. അവിടെ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. ആ കാണുന്ന അതിന്റെ ഉള്ളിലേക്ക് കയറണ്ടേ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇവിടെ ചെറിയ പൈസ വലിയ കുഴപ്പമില്ല. ചൈനയിലാണേലും 100 രൂപ 200 രൂപ അല്ലെ 1200 1300 പാർക്കിങ്ങിന് വരെ. കാറ്, ജീപ്പ് ഇങ്ങനെയുള്ള സംഭവത്തിനെല്ലാം 50. ബസ് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇതിലെ പോയിട്ട് നമുക്ക് നേരെ താഴോട്ട് ഇറക്കിടും. എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത്? ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വാഹനം നിർത്തി ഇവിടുന്ന് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കണം കേട്ടോ. അതായത് ഇവിടുന്ന് ഒരു അല്പ ദൂരമേ ഉള്ളൂ. അവിടെയാണ് ഈ വെള്ളച്ചാട്ടം. മൈക്കിളിനെ ഷൂ ഒക്കെ ഇടിക്കുക കേട്ടോ. വണ്ടി അടച്ചോന്ന് ഉറപ്പ് വരുത്തടാ. ആ കൈസ് നോക്കും. അപ്പനിറങ്ങി. അപ്പനെന്തായാലും തൊപ്പി വെച്ചാക്കുന്നേ? തണുപ്പില്ലല്ലോ. അയ്യേ, അപ്പന്റെ സൗന്ദര്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുക. അപ്പന്റെ സൗന്ദര്യം അപ്പന് എങ്ങനെയേ പ്രകൃതിക്ക് ഭംഗി പോവാ. നമ്മളെ ട്രോള് കേട്ടോ. നൈസായിട്ട് ഞങ്ങൾക്ക് അടിക്കാണല്ലോ അമ്മ അവിടെ ഇരുന്നിട്ട്. നമുക്ക് നേരെ ഇല്ല ഇങ്ങോട്ട് നടന്നിട്ട് നേരെ അങ്ങ് പോകാട്ടോ. ലിബിന്റെ തൊപ്പി ലിബിന് അപ്പന് കൊടുത്തു കേട്ടോ. അപ്പന്റെ സന്തോഷം എന്ന് പറഞ്ഞപ്പോ അപ്പനെ സഹിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ അപ്പൻ അടിച്ചു പറ്റൂടി. അല്ല ഇനി അപ്പന്റെ ആയി. ഇനി അത് അപ്പന്റെ പേരില്ലേ മോനെ. ഇത് നല്ല രസം. അതിനാ അയ്യോ എടി അവന്റെ ഊരി മാറ്റി വെച്ച പോലെ അല്ല. എന്റെ തലയിൽ ഊരി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മരുഭൂമി പോലെ ഇരിക്കുന്നു. നോക്കിയേ കളയും കേട്ടോ. ഗൈസ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. ഗൈസ് ആളുണ്ടല്ലോ തോളത്തുനിന്ന് അങ്ങ് ഇറങ്ങി നടന്നു കേട്ടോ. ആളതാ പോന്നു.
ആളങ്ങ് പോവുക. ഇവന് ഏറ്റവും ഇഷ്ടമായിട്ട് ഇതേപോലെ എന്നോട് വിട്ടാ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതേപോലെ നടന്നൊക്കെ പോകുന്നത് കേട്ടോ. ആളങ്ങ് പോയി. മേളിൽ നിന്ന് വരുന്ന ആ സിപ്പ് ലൈനില്ലേ അതിവിടെ കേട്ടോ റിസീവ് ആകുന്നത്. അതാണ് സംഭവം. അതാ മേളിൽ നിന്ന് നമ്മൾ കണ്ടില്ലേ അപ്പാ, അത് വന്ന് ഇവിടെ റിസീവ് ആവുന്നത്. അതാണ് സംഭവം. ഓ മൈക്കിൾ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഡിലേ ആയല്ലോ. സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആട്ടോ. സുഗന്ധദ്രവ്യം അല്ലല്ലോ, ഇത് സോപ്പ്, ഇത് വെയിൽ അരച്ച് കഴുകുന്നത്. ഇത് മറ്റേ പട്ട ഗ്രാമ്പ ലീവ്സ് അതുപോലെ സാധനങ്ങള്, കോഫി കപ്പ് അതുപോലെ സാധനങ്ങളൊക്കെ. വരുമ്പോ എനിക്ക് ജമ്മു കാശ്മീരെ ഓർമ്മ വരുന്നു ഇപ്പോഴും. താഴെ അതിന് എത്രയാ 1000 രൂപ, നമ്മൾ മെഡിക്കൽ 2500 രൂപയ്ക്ക് മറ്റേ വെള്ളത്തിന് അന്ന് മേടിച്ച് ഓർമ്മ. ഗൈസ് നോക്കൂ, അതാണ് സംഭവം. നമുക്ക് നടക്കാം കേട്ടോ. അപ്പനൊരു വഴിക്ക് പോയി കേട്ടോ. അപ്പനെന്തോ സാധനം മേടിക്കാണ്ട് വേറെ വഴിക്ക്. ഇതാണ് നിന്നോട് പിടിക്കാൻ അതിനാ ഒന്ന് കറങ്ങി ഫൈനലി ഞങ്ങൾ അബി ഫോൾസിലെത്തി. ഫൈനലി ഞങ്ങൾ അബി ഫോൾസിലെത്തി. 10 രൂപ കേട്ടോ എൻട്രൻസ്. പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ല. ഗൂഗിൾ പേയിലേ നമ്മുടെ അടുത്തുള്ളൂ. പപ്പ താപ്പ പപ്പ അനുഗ്രഹിച്ച എല്ലാം ഉണ്ടോ. അമ്മയുടെ കയ്യിലും പൈസ തീർന്നു. അപ്പം പൈസ ഞാൻ കൊണ്ടുവന്നില്ല. എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നാ. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, എനിക്കറിയാം. ഭാഗത്ത് വെച്ചാൽ മതി. ഗൈസ് നോക്കിയോടെ പൈസ കൊടുക്കട്ടെ. പോലെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. ഗൈസ് 50 രൂപ 5 പേർക്ക്. എടി അതിന് 5 പേർക്ക് ഒരു ടിക്കറ്റ് മതിയോ? ആ 5 പേഴ്സൺ. 50 രൂപ കറക്റ്റാ. പാപ്പ പോവാ. ഞങ്ങൾ ഇഷ്ടം പോലെ മലയാളി ചേട്ടന്മാരെ കണ്ടു. ഹായ് ഓക്കട്ടെ. ഓക്കെ ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ ചക്ക. ഇതെനിക്ക് ചക്ക വീണ് നടക്കണ മേളിൽ എന്ത് ഓറഞ്ച്. പക്ഷെ ഓറഞ്ച് ഇതുണ്ടോ? ഇതുണ്ട് ഗൈസ്. ഈ കാണുന്ന ഓറഞ്ചിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് കേട്ടോ. കേട്ടോ ലിബിനെ, ഇതിന് പൈസ കൂടില്ല. 6 രൂപ അല്ല, ഇതിന് പൈസ കൂടില്ല കേട്ടോ. അതായത് കൂർഗോറഞ്ചിന് കുറച്ച് കൂടില്ല. ഇപ്പൊ ഇവിടെ സീസൺ ആട്ടോ ഓറഞ്ചിന്റെ. ഞങ്ങൾ നേരെ താഴോട്ട് നടന്ന് പോവാട്ടോ. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നാണോ ചക്ക കാണാൻ വേണ്ടി. അമ്മ എല്ലായിടത്തും ചെല്ലോ. ഇവിടേക്ക് ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ. അടിപൊളി ചക്കയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഈ ചക്ക? ഐസ് നോക്കും. ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ നടന്ന് നേരത്തായിട്ട് പോവാട്ടോ. എടി അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അഭിരാമി ആൾക്കാരെ നോക്കിയാ വീടിന്റെ ഗൈസ് നോക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എന്താ തിരക്കാൻ നോക്കി. ഞങ്ങൾ കപ്പിൾസ് ആട്ടോ. ഞങ്ങളുടെ കല്യാണം ഇപ്പം കഴിഞ്ഞോളൂ. നിനക്ക് എങ്ങനെയാടാ കല്യാണം കഴിക്കാതെ കൊച്ചിനെ കിട്ടിയ ഫ്രണ്ടില്? ആരാ വലിയൊരു പ്രത്യേകം വെച്ചാല് ഇഷ്ടംപോലെ ഡസ്റ്റ്ബിനുകളുണ്ട് കേട്ടോ. പക്ഷെ എങ്കിലും ഉണ്ട്, എങ്കിലും ലിറ്റിൽ ബിറ്റ് അല്ലേ. ഗൈസ് നോക്കൂ, നല്ലൊരു നേച്ചർ കേട്ടോ. ഭയങ്കര ഒരു നേച്ചർ ആയതിന് ഭയങ്കര നാച്ചുറാലിറ്റിയുടെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും. നടന്ന് നമ്മൾ നല്ല തണുപ്പും ഒരു പ്രത്യേകതരം ക്ലൈമറ്റ് അല്ലേടാ. ഇവിടെ ഒരു താമസിക്കണം. ഞങ്ങളുടെ ഒരു കണ്ണൂർ 16 ഡിഗ്രി അതല്ല അതെ, നമ്മുടെ കണ്ണൂർ ഏരിയയിലൊക്കെ ഇരുട്ടി ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ അടിക്കാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാട്ടോ ഒരു സ്ഥലം. അമ്മ ഇതാ വന്നത് ജാക്ക് ഫ്രൂട്ട് ചെറുത്. പപ്പയൊക്കെ അങ്ങോട്ട് വെച്ച് അടിച്ചു വിടുക കേട്ടോ. പപ്പ ശ്രദ്ധിക്കണേ, നല്ല രീതിയിൽ തെന്നലുണ്ടാവും കേട്ടോ. ഇതെനിക്ക് കണ്ടില്ല. നേരെ ഫ്രണ്ടിലേക്ക് കിടക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. നല്ല സ്ഥലമല്ലേ. നമ്മള് നേരത്തെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്ലാസ് ബ്രിഡ്ജ്. നിനക്കോ? അല്ലേ, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ദൂരെ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് നോക്കിയേ ഗൈസ്. അങ്ങനെ നടന്ന് ഫൈനലി നമ്മളങ്ങനെ അബി വാട്ടർഫോൾസിന്റെ തൊട്ട് ഫ്രണ്ടിലെത്തി കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വലിയ ശക്തിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ശക്തിയിലുള്ള വെള്ളമുണ്ട്. അപ്പനും അഭിരാമിയും ഫ്രണ്ടിലെത്തി. അങ്ങ് മേളിൽ നിന്ന് വരുന്ന ലിബിനും അമ്മയും അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ പണ്ട് ഇതേപോലത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, പൊളിഞ്ഞു പോയതാ കേട്ടോ. പണ്ട് ഞങ്ങൾ വന്നപ്പോഴും ഈ സംഭവം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കേട്ടോ കടന്നിരുന്നേ. ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അത്ര വലുതായിട്ടില്ല എങ്കിലും ഉണ്ട് കേട്ടോ. എന്തൊരു സന്തോഷം നോക്കി ആൾക്കാരൊക്കെ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞിട്ട്. ലിബിനും അമ്മ ഇറങ്ങി വരാണ്. ലിബിനെ, ആൾക്കാരുടെ ഒരു സന്തോഷം നോക്കിയത് കണ്ടിട്ട് സത്യം കേട്ടോ. അല്ലേ, ഓരോരുത്തർക്ക് ട്രിപ്പ് പോകണമെന്നൊക്കെ എന്താ പറഞ്ഞേ. മമ്മമ്മ ബാമേ അടിപൊളിയാട്ടോ. കിട്ടില്ലേ? ഇപ്പം എന്തിയാടി എവിടെ? അപ്പനും ഇവിടെ ഉണ്ട്. ഇവിടെ ഫോറസ്റ്റുകാരുണ്ട് കേട്ടോ. ഇവിടെ വാച്ചറുണ്ട് കേട്ടോ, ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കയറാം. വാപ്പ കലക്കവെള്ള സംഭവം, കലക്കവെള്ളമാണ്. എന്നാലും അത്യാവശ്യം കട്ടിക്ക
അത്യാവശ്യം കട്ടിക്കുള്ള വെള്ളമുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതാണോ അതിന്റെ എറിച്ചിലടിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിയിലുള്ള ഒരു ഇതടിക്കുന്നുണ്ട്. ആണോ? ഓ ഗൈസ് നോക്കൂ, മൈക്കിളെത്തി. മൈക്കിളെ പണ്ട് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായി 1989. മൈക്കിൾ ആദ്യമായിട്ടാണോ ഇത് കാണുന്നത്? മൈക്കിൾ വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് പൈപ്പിലെ വെള്ളം കണ്ടിട്ടുണ്ട്. ആ ഗൈസ്, മൈക്കിൾ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അത് 100% ഉറപ്പാണ്. മൈക്കിൾ, പപ്പ ഇത് എത്രാമത്തെ വെള്ളച്ചാട്ടാ? പപ്പ ഇത് എത്രാമത്തെ വെള്ളച്ചാട്ടം കാണുന്നത്? അതേതൊക്കെയാ? ആ ഓ, അപ്പൊ മേഘാലയയിൽ അത്യാവശ്യം എല്ലാ വെള്ളച്ചാട്ടം കണ്ടോ? മമ്മി ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത് അല്ലേ? ആ സത്യമായിട്ട്. നീ അതിരപ്പള്ളി ഇതുമല്ലേ ആദ്യമായിട്ട് കാണുന്നത്? വളരെ 2 എണ്ണം കണ്ടു. ഞങ്ങളും കുറെ കണ്ടിട്ടുള്ള കേട്ടോ വെള്ളച്ചാട്ടം. നമ്മൾ കണ്ടാൽ ഏറ്റവും ടോപ്പ് ഒന്ന് മേഘാലയ അല്ലല്ല 7 ഫോൾ അല്ല, ആ ബക്കറ്റായിട്ട് ചാടി വരുന്ന മേഘാലയയിലെ. പിന്നെ ലാവോസിന്ന് കണ്ടോ, ഓർക്കുന്നുണ്ടോ? അത് വമ്പ സെറ്റപ്പ് സാധനമായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അത്ര പ്രശസ്തമല്ല. എന്റെ വീട്ടിലെ ബക്കറ്റിലെ കാണുന്ന ആഗ്രഹവും പൈപ്പ് തുറക്കും. എന്നാ മൈക്കിളാ? എന്നാ മൈക്കിളൊന്ന് ഇറങ്ങിപ്പോയാല് ഒന്ന് കൊള്ളാന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കലക്കോളം ഇറക്കുന്നില്ല കേട്ടോ. ഇവിടെ മറ്റേ പറയാ ആൾക്കാരെ ഗാർഡുണ്ട്. ഗാർഡ് നല്ല ഗാർഡാക്കിട്ട് വിടും. സെക്യൂരിറ്റി ഗാർഡുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോ എടുപ്പുണ്ട്. ഇതുണ്ടോ, ഇവിടെ ക്യാമറയിൽ ആൾക്കാർ നിൽപ്പുണ്ടാവും. എന്നിട്ട് ഇതേപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഇത് വിടുന്നുണ്ട്. ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഫോട്ടോയും സംവിധാനമൊക്കെ അതാന്ന് തോന്നുന്നു. അവിടെ പ്രിന്ററും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാ കാണുന്നത്. ഇതെല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നമ്മൾ ചെന്നാൽ കാണും. എത്ര ഫോണുകളാന്ന് നോക്കി ഇതിൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട്. ഓ സംഭവം ഉണ്ടല്ലോ ലിവിനെ വീഡിയോ കാണുമ്പോൾ ഇത്രയും കൂടെ ബ്യൂട്ടിഫുൾ അല്ലേടാ. പക്ഷെ നേരിട്ട് കാണാൻ അടിച്ച് കലങ്ങി വരുന്നൊരു വെള്ളമാണ് മഴയായതുകൊണ്ട്. പക്ഷെ വീഡിയോ കാണുന്ന നേരത്ത് ഒരു വേറെ രീതിയിലുള്ള ലെവൽ. എനിക്ക് നല്ല പാലൊക്കെ അവിടെ മേലെ നിന്ന് ഒഴുക്കി വിട്ട പോലെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ മഴ പെയ്ത് ഫുള്ള് ഒഴുകുന്ന സാധനം ഫുള്ളായിട്ട് ഒഴുകും. അപ്പം പരിപാടി തുടങ്ങി. ചിത്രം പുറത്ത് ഇവിടുന്ന് പിടിച്ചോ. അപ്പം ഞാൻ സ്ഥലമാക്കി തരാം. പുതിയ ബ്ലോഗറായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയപ്പേ. എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തണം. അടിപൊളി വെള്ളച്ചാട്ടം, ബെല്ലുകൾ അമർത്തണം, അടിച്ചു കുത്തി പൊട്ടിക്കണം. ഓക്കെ ലിവിനെ, അപ്പനൊരു കിളിയും പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നേട്ടാ. കൈ നോക്കാം. അപ്പം ഫോട്ടോ എടുക്കാം. ഞാനപ്പോൾ ഇവിടെ പിടിച്ചിങ്ങനെ കൈയാട്ടും ഫോട്ടോ ഷേക്കായി പോയിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഇതിങ്ങനെ ആയി വരുന്ന ലിബിനും അവിടെ വീഡിയോ എടുപ്പിലും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൈക്കിളും ഇവിടെ ഉണ്ട്. മൈക്കിള് എങ്ങനെയുണ്ട്? മൈക്കിള് അടിപൊളിയാണോ? സൂപ്പറാണോ എടാ? ഫൈനലി എന്തായാലും മൈക്കിൾ ഇവിടെ കിടന്ന് ഭയങ്കര സർക്കസ് തലയിറക്കമൊക്കെയാണ്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് 2 പേരുണ്ട്. ഹായ് ഗൈസ്, ഇവർ കർണാടകക്കാർ തന്നെയാണ്. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ നിന്നും പോവാ കേട്ടോ. മൈക്കിളെ പോവാ. പിടിച്ചു നോക്കുക. അമ്മ ഇത് നോക്കിക്കേ. ഇത് അത്ര അങ്ങോട്ടും ചേർന്നിരിക്കുക ചെറുക്ക്. ഇതേ ശകലം വെള്ളം ഇങ്ങനെ കല്ലെടുത്തിട്ട് ഇങ്ങനെ അടിക്കുവാ. മൈക്കിളാ പപ്പ പോവാ. അപ്പനെന്ത് ഗൈസ്, ഞങ്ങൾ ഫൈനലി നേരെ വാട്ടർഫോൾസ് ഞങ്ങൾ തിരിച്ചു വേണം. 2 ഓപ്ഷൻ ഉണ്ട്. ഗോൾഡൻ ടെമ്പിൾ വേണോ ആനയുടെ അങ്ങോട്ട് പോകണോ? പപ്പ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, ആനയുണ്ട്. ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, ആനയുണ്ട്. ഏതാ വേണ്ട? അപ്പം അമ്മയ്ക്ക് ആനയാണ് വേണ്ടേ? ഗോൾഡൻ ടെമ്പിൾ ആണ് വേണ്ട, ആനയാണ് വേണ്ട? ആന ഗൈസ്. അപ്പം എല്ലാവരും ആനയുടെ ആൾക്കാരാണ്. അപ്പം ഞങ്ങളും ഇല്ല അതൊരു പ്രത്യേക രീതിയിലുള്ള സെറ്റപ്പാ ഗൈസ്. പോവാടാ. അങ്ങനെ നമ്മൾ അബി ഫോൾസിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ പോകണം. മൈക്കിളെ ടാറ്റാ. ശരിയാട്ടോ. ഇവിടുന്ന് 2 രീതി കാണാം. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടുന്നാണ് സംഭവം വരുന്നത്. അവിടുന്ന് ചാടി ഇത് ഇവിടെ വരുന്നു, അവിടുന്ന് ചാടി ഇവിടെ വരുന്നു. അവിടെ നമ്മൾ നേരെ പോകുന്നു. മഴ കേട്ടോ, മഴയ്ക്ക് ഇപ്പുറം വണ്ടി പിടിക്കട്ടെ. മൈക്കിളിനെ ലിബിനെടുത്തോണ്ട് പോയിട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഓവർ മഴ പെയ്യുന്നതിൻ്റെ ഇപ്പുറം വണ്ടി എടുത്തെത്തുവാണ്. കുളിക്കാതെ പോവാ. ഇങ്ങോട്ടോ പണി പാളി കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്തു. മൈക്കിളിനെ പപ്പയുടെ തൊപ്പിച്ചു. നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാമേ. വാ. നനഞ്ഞു ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞു. ഈ സമയത്ത് മഴേനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ വണ്ടിയെ കയറി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലടാ ലിബിനെ? നല്ല രീതിയിൽ അങ്ങോട്ട് വരാൻ നല്ല ശക്തമായി വൈദ്യവനെ. പിന്നെ നമ്മളെ കൊച്ചിന് മഴ ഇഷ്ടമാണ്, അനങ്ങിയില്ല കേട്ടോ. ബേക്കി കിടന്ന ആൾക്കാർ പടപട അടിയാ. പോയേക്കാം. ഫൈനലി ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി പോകണം. കറക്റ്റ് 4 മണിയാകുമ്പോൾ ക്ലോസ് ആണ്. 4 മണിക്ക് തുറക്കും, 5:30 അടയ്ക്കും.
അപ്പൊ നമുക്ക് ഒരു 3:40 ഒക്കെ ആകുമ്പോ അവിടെ എത്തണം. എന്താണേലും ആനേനെ തോന്നുന്നു. അതാണ് നമ്മുടെ ആനക്കുട്ടികൾ കുളിക്കുന്ന കാണാൻ നമുക്ക് നല്ല. അങ്ങനെ എന്താ പരിപാടി കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാട്ടോ. ഈ കാണുന്ന വഴി കൂടെ നമ്മൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം വണ്ടി തിരിച്ചിവിടെ കൊണ്ടുവിട്ടു. ഇവിടെ ഒരു മലയാളികളുടെ ഹോട്ടൽ കണ്ടു. ഇവിടെ ഭക്ഷണം കഴിക്കാനാട്ടോ. അമ്മ ബിരിയാണി പറഞ്ഞു. ഞാൻ പൊറോട്ട പറഞ്ഞു. അപ്പം എന്നാ വേണ്ടേ? ബിരിയാണി. ഞാനും ഇത് തന്നെ പറഞ്ഞു കേട്ടോ. മൈക്കിലിരിക്കുന്ന നോക്കിയേ, സൈഡിൽ കാർട്ടൂൺ കാണാം കേട്ടോ. കൊള്ളാടി, കുഴപ്പമില്ലല്ലേ? ബിരിയാണി കുഴപ്പമില്ല. അമ്മ എങ്ങനെയുണ്ട്? അല്ലല്ലേ, നൈസായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും പാടല്ലേടി. ഗൈസ് നോക്കൂ, അപ്പനും ഞാനും ഇതിന് സങ്കടപ്പെടുത്തും. ഇവർക്ക് രണ്ടും തണുക്കാത്ത ഞങ്ങൾക്ക് തണുപ്പ്. മമ്മി ഇതിനോട് കേട്ടോ. ഓക്കെ അമ്മ, ഓക്കെ 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 ഓക്കെ. ആ ഏതോ എന്നാ മധുരമുണ്ട് കേട്ടോ. ബിരിയാണി ആണ് കേട്ടോ. നമ്മുടെ രീതിയിലുള്ള ഫുഡാണ്. കർണാടക വന്നാൽ നമ്മുടെ ഈ ഭാഗത്തു നിന്ന് നമ്മുടെ രീതിയിലുള്ള ഫുഡ് അത്യാവശ്യം കിട്ടും കേട്ടോ. അടിപൊളിയാണ്. ആഹാ, അടിപൊളി. ഈ പൊറോട്ടയും മത്തിക്കറിയും മുട്ട റോസ്റ്റും. ബിരിയാണി അല്ല, ബിരിയാണി അല്ല, പൊറോട്ടയും ഉണ്ട്. അടിപൊളി. ബിരിയാണി കുറവാണ് കേട്ടോ. അത്ര സംഖ്യമൊന്നല്ല, അത്യാവശ്യം നല്ല ബിരിയാണിയാണ്. നല്ല ബിരിയാണി. ഓഹോ, ഞാനാണ് കുറ്റക്കാരൻ. പിന്നെ തീർച്ചയായിട്ടും ഈ രാവിലെ പല്ല് വെച്ചിട്ട് അതുകൊണ്ടാണ്. നോക്കൂ, ഫൈനലി അങ്ങനെ ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. മൈക്കിളൊക്കെ ഉഷാറായിട്ടോ. എന്തൊരു സന്തോഷം. കൈസിന് നമുക്ക് നേരെ കൈസിന് ഫൈനലി 18 കിലോമീറ്റർ 25 മിനിറ്റ് നമുക്കിനി നേരെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം. ഇവിടെ ആകുമ്പോൾ എണ്ണയ്ക്ക് പൈസ കുറവുണ്ട് കേട്ടോ. ഫുൾ ടാങ്ക് അടിക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അത്ര വലിയ ഉറപ്പൊന്നുമില്ല. ശരി, അത്ര വലിയ കുറവൊന്നുമില്ല. 86 രൂപ. ആ 9 രൂപയുടെ വ്യത്യാസമുണ്ട്. ആണോ? ലിറ്ററില്. ആ ഗൈസ് നോക്കി, 86 രൂപയാണ് ഇവിടെ ഒരു ലിറ്ററിന്. 96-95 രൂപ നമ്മുടെ ഇവിടെ. ഗൈസ് ഏതാണ്ട് 5 രൂപയുടെ അടുത്തെങ്ങാനും എണ്ണ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് പോകുവാണെങ്കിൽ നല്ലതായിരിക്കാം. പിന്നെ മാഹിക്കൊന്നും പോകണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു 14-13 കിലോമീറ്റർ ഉള്ളൂ. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വേണം. ഏതായാലും ഫൈനലി എണ്ണ അടിച്ച് തീരട്ടെ കേട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. പക്ഷെ നല്ല രീതിയിലുള്ള ക്യൂ ആട്ടോ. ആ ക്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പൻ ഇടഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ റാംബോനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് വന്നത്. ഉച്ചക്കത്തെ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടില്ല. അപ്പോൾ റാംബോയിനെ അപ്പന് വൈകുന്നേരം ഭക്ഷണം കൊടുക്കണമെന്നാണ് പറയണേ. അപ്പോൾ ഇത്രയും ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവുമെന്നാണ് അപ്പം പറയുന്നത്. അയ്യോ, നോക്കിയിട്ട് വരാം. ബാ, നടക്കില്ലേ നോക്കാം. വാടാ വാടാ മൈക്കളെ, ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ, നടക്കില്ല എന്നുള്ളത്. വേണ്ട വേണ്ട, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. ആരാ നോക്ക്, ഞങ്ങൾ പോയി നോക്കട്ടെ. വമ്പം ക്യൂ ആട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഇവിടെ ഓവർ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാംബോയുടെ കാര്യം തീരുമാനമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. നോക്കട്ടെ എന്നാന്നുള്ളത്. ചെറിയൊരു അർബാനി ഉണ്ട് കേട്ടോ. ഓ, ഇത് വളരെ ബോറായിരിക്കുന്നു. ഇത് വളരെ ബോറാട്ടോ. വലുതിനെ അപേക്ഷിച്ച് കാണാൻ ഒന്നിനും കൊള്ളൂല. അയ്യോ എൻ്റെ പൊന്നെ, ക്യൂ നോക്കിക്കേ, എന്നാ വലിയ ക്യൂ ആന്ന് നോക്കിയേ. ഇത് അനങ്ങുന്നില്ല കേട്ടോ. ഓ, ഇത് പണിയല്ലേ പിന്നെ. ഈ ക്യൂ നീങ്ങുന്നില്ല. ഫുള്ള് നോർത്ത് ഇന്ത്യൻസാ. ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് അതാ. വലിയ ക്യൂവാ. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല. നല്ല രീതിയിലുള്ള നല്ല തിരക്കുണ്ട്. ഞാൻ ആദ്യം ഇവിടെയുള്ള ആരുടെയും ഒന്ന് അന്വേഷിക്കരുതേ. എന്നെ സംബന്ധിച്ചാൽ ഒരു ബോട്ടിനാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്താണ് ആന. ഇതേപോലെയുള്ള ബോട്ടുകളിൽ വേണം നമുക്ക് പോകാൻ വേണ്ടി. ഒരു ബോട്ട് പോയിട്ട് ഒരു ബോട്ട് പറഞ്ഞാൽ എത്ര സമയം നോക്കിയേ. ഇപ്പം തന്നെ 4:30 ആയിട്ടോ. ഇനി സംഭവം ലേറ്റ് ആവും. അത് കൊള്ളാം. ഇതുണ്ട്, ഇതേപോലത്തെ ബോട്ടിലാട്ടോ വരണേ. ഗൈസ് ഇതേപോലത്തെ ബോട്ടിലാണ് എല്ലാവരും പോകുന്നത്. ഒരു ബോട്ടിൽ എത്ര 15 പേര് വെച്ചാണ് പോണേ. ഓ, അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇതേ ഇവിടെ വെള്ളം കൂടിയുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഇതിലെ നടന്ന് അക്കരയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ ഉണ്ട് കേട്ടോ. ഇവനെ കൊണ്ട് ക്യൂ നിൽക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം അംഗം കേസ് കേട്ടായിരിക്കും. ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല, ഇവനെ കൂടെ കേട്ടുന്നോ? ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും? ഇല്ല, ആർക്കും ആരും ഇടുന്ന കണ്ടിട്ടില്ല. ഞാൻ ഇടുന്ന കണ്ടിട്ടില്ല. നീ കണ്ടോ? ഞാൻ അവിടെ ഉള്ളത് കണ്ടു. സോറി ഗൈസ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ വണ്ടി എടുത്തെത്തി. ഞങ്ങൾ നേരെ തിരിച്ചു പോകും കേട്ടോ. കാരണം റാംബോ അവിടെ നിൽക്കുന്നു. അവന് ഭക്ഷണം കൊടുക്കണം. അവന് രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ട് വന്നതാണ്. അവന് വൈകുന്നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടില്ല. അവരാമേ ഒരു 1.5 മണിക്കൂർ നിൽക്കേണ്ടി വരും. 150 അവർ. 150 അവർ അല്ല, 1 hour and 30 minutes. പോയേക്കാടി അവരാമേ. പോവാ ലിവിനെ.
ഗൈസ് നോക്കൂ, ഇനിയിപ്പം വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇവിടുന്ന് വീട്ടിലേക്ക് 1 മണിക്കൂർ 45 മിനിറ്റും 64 കിലോമീറ്റർ 64 കിലോമീറ്റർ 64 കിലോമീറ്റർ പോവാം. 64 കിലോമീറ്റർ പോവാം. എന്നെ മൈക്കിളെന്നെ കാണിച്ചേ, എന്നെ കാണിച്ചേ. നല്ല കീട്ടിലും കൂടെ കേട്ടോ. ഞങ്ങൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക വീട്ടിലേക്കുള്ള. ഇനിയിപ്പോ ഏതാണ്ട് ഒരു 10-12 കിലോമീറ്ററും കൂടി ഉള്ളൂ. 10-12 അല്ല, 10-28 കിലോമീറ്റർ ഉണ്ടാവും. ആ 28 കിലോമീറ്റർ കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോടയുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത പോലെ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. ഗൈസ് നോക്കൂ, ഫൈനലി വീട്ടിലെത്തി. റാംബോയ്ക്ക് ഭക്ഷണം കാര്യങ്ങൾ കൊടുക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഗൈസ് നോക്കൂ, അടുത്ത ദിവസം ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. അതാണ്.